മനുഷ്യ മനസാക്ഷിയെ നെട്ടിച്ച നിരവധി കൊലപാതകങ്ങളാണ് നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ അല്ലെങ്കിൽ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? ശരിയായ രീതിയിലുള്ള ശിക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ? ഇനി അതല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നതിലുള്ള അറിവ് കൊണ്ടാണോ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്? ഇറ്റ്സ് മീ ലിയ. വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. സാധാരണഗതിയിൽ ഒരു BEd അതല്ലെങ്കിൽ ഒരു DLEd പഠിക്കുന്ന കുട്ടി സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ബുദ്ധി, അതുപോലെ തന്നെ വൈകാരിക ബുദ്ധിശക്തി എന്നുള്ളത്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ബുദ്ധി എന്നുള്ളത്. എന്താണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ യുക്തിപൂർവം ചിന്തിക്കാനും കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ആകെ കഴിവുകളുടെ ഒരു സമഗ്ര ഭാവത്തെയാണ് നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാരിക ബുദ്ധി എന്നുള്ളത് എന്തായിരിക്കും? 1990കളിൽ ജോൺ മേയർ, പീറ്റർ സലോവ എന്നീ മനഃശാസ്ത്രജ്ഞരാണ് ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. പിന്നീട് 1995ൽ ഡാനിയൽ ഗോൾമാൻ ഈ ഒരു കോൺസെപ്റ്റിനെ വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വർക്കായിട്ടുള്ള വൈകാരിക ബുദ്ധിശക്തി, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഒരു ബുക്കിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഡാനിയൽ ഗോൾമാന്റെ അഭിപ്രായത്തിൽ വൈകാരിക ബുദ്ധിശക്തി എന്നുള്ളത് അവനവന്റെ വികാരങ്ങളെ കൃത്യമായ രീതിയിൽ തിരിച്ചറിയുകയും ശരിയായ രീതിയിൽ അതിനെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കുകയും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് വൈകാരിക ബുദ്ധിശക്തിയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു വ്യക്തിക്ക് ബുദ്ധിശക്തിയേക്കാൾ കൂടുതൽ വേണ്ടത് വൈകാരിക ബുദ്ധിശക്തിയാണ്. വൈകാരിക ബുദ്ധിശക്തിയുടെ 5 സവിശേഷതകളാണ് ഡാനിയൽ ഗോൾമാൻ പറഞ്ഞു വെക്കുന്നത്. സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്. ഈ ഓരോ സവിശേഷതയും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെൽഫ് അവയർനെസ് ആണ്, സ്വയാവബോധം. അവനവന്റെ വികാരങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് വൈകാരിക ബുദ്ധിയുടെ ഒന്നാമത്തെ സവിശേഷത. നമുക്ക് നമ്മളെക്കാൾ നന്നായി വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലേ? എനിക്ക് എപ്പോഴാണ് സങ്കടം വരിക, എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, എപ്പോഴാണ് ഞാൻ നല്ല എനർജറ്റിക് ആയി കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ എന്നേക്കാൾ നന്നായി മനസ്സിലാവുന്നത് ആർക്കാണ്? വേറെ ആർക്കുമില്ല. അപ്പോൾ ഇത്തരത്തിൽ അവനവന്റെ വികാരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷതയായി ഡാനിയൽ ഗോൾമാൻ പറഞ്ഞു വെക്കുന്നത് സെൽഫ് റെഗുലേഷൻ ആണ്, ആത്മനിയന്ത്രണം. അവനവന്റെ വികാരങ്ങളെ എന്താണെന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ചിലപ്പോൾ നമുക്ക് എന്താണ്, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സങ്കടം വരും. പക്ഷേ നമ്മുടെ ആ സങ്കടം ശരിയായ രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം, അല്ലേ? ഇനി അതിനോടൊപ്പം തന്നെ നമുക്കൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഒരു കൂട്ടുകാർ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് വരും? ദേഷ്യം വരും. നമുക്ക് വരുന്ന ദേഷ്യത്തെ അതുപോലെ തന്നെ നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുക? പിന്നീട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ചൊരു തെറ്റായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വന്നിട്ടുള്ള ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കും. ഇത്തരത്തിൽ നമ്മുടെ വികാരങ്ങൾ എന്താണ്, അതിനെ ഏത് രീതിയിലാണ്, അതല്ലെങ്കിൽ എത്ര ഡിഗ്രിയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത്, ഇതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത് വൈകാരിക ബുദ്ധിയുടെ ഒരു ഭാഗമാണ്. മൂന്നാമത്തെ സവിശേഷതയായി ഡാനിയൽ ഗോൾമാൻ പറയുന്നത് മോട്ടിവേഷൻ ആണ്, അഭിപ്രേരണയാണ്. നമ്മുടെ വികാരങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു അഭിപ്രേരണ ശക്തിയായി വികാരങ്ങളെ മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ എല്ലാ സവിശേഷതകളും പറഞ്ഞു കഴിഞ്ഞ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് സെറ്റാവും. നാലാമത്തെ സവിശേഷതയായി പറയുന്നത് വൈകാരിക താദാത്മ്യം അല്ലെങ്കിൽ എംപതി എന്ന് പറയും. നമുക്ക് വികാരങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും എന്തുണ്ട്? വികാരങ്ങളുണ്ട്. അപ്പൊ അതിനെ ബഹുമാനിക്കാനും അതിനെ പരിഗണിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടുകാർ നമ്മളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യം ചെയ്തപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. നാളെ തിരിച്ച് നമ്മൾ ഇതുപോലൊരു കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടിക്കും എന്ത് തന്നെയാണ് സംഭവിക്കുക? ദേഷ്യമാണ് വരിക. ഇത്തരത്തിൽ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തിനും കൂടെ സാധിക്കണം? നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ മറ്റുള്ളവരുടെ വികാരങ്ങളും നമുക്ക് ശരിയായ രീതിയിൽ പരിഗണിക്കാനായിട്ട് കഴിയണം. ഏറ്റവും ഒടുവിലായിട്ട് ഗോൾമാൻ പറയുന്ന സവിശേഷതയാണ് സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ സാമൂഹിക നൈപുണ്യങ്ങൾ എന്നുള്ളത്. ഇവിടെ സാമൂഹ്യ ബന്ധങ്ങളെ ശരിയായ രീതിയിൽ
നിലനിർത്താൻ പറ്റുന്ന ഒരു കഴിവ്. അതിനെയാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് നമ്മുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ അതിനെ നിയന്ത്രിച്ച് അതിൽ നിന്നും ഒരു മോട്ടിവേഷൻ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരെയും കൂടെ ബഹുമാനിക്കുമ്പോഴേ നമുക്ക് എന്തിനു സാധിക്കുള്ളൂ? നല്ല രീതിയിലുള്ള സോഷ്യൽ സ്കിൽസ് ഉണ്ടാവുള്ളൂ. എന്താണ് ഈ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്? നല്ല രീതിയിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ്. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾക്ക് എന്തുണ്ടാവില്ല? നല്ല രീതിയിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തു. കേട്ടറ്റ് എക്സാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സാം. അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കമൊക്കെ കളഞ്ഞ് എൻ്റെ വീട്ടിലെ കുറേ ആഘോഷങ്ങൾ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തിയത്. ഒടുവിൽ നല്ല രീതിയിൽ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ റിസൾട്ട് നോക്കുമ്പോൾ 2 മാർക്കിന് ഞാൻ ഡിസ്ക്വാളിഫൈ ആയി. സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു വികാരം എന്താണ്? ഒരു സങ്കടമാണ്, അല്ലേ? ഒരു നിരാശയാണ് നമുക്ക് ആദ്യം വരിക. നമ്മൾ അത്രയധികം കഷ്ടപ്പെട്ടു, നമുക്ക് പക്ഷെ എന്താണ്? നമ്മൾ വിജയിച്ചില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? എനിക്ക് റിസൾട്ട് കാണുമ്പോൾ സങ്കടം വരും. അപ്പോൾ ഈ റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ട്. ഞാൻ മാത്രമല്ല തോറ്റിട്ടുള്ളത്, എൻ്റെ കൂട്ടത്തിൽപ്പെട്ട 1-2 പേരും കൂടെ തോറ്റിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അവിടെ വരുന്നൊരു വികാരം സങ്കടമാണ്. ഈ സങ്കടത്തിൽ നിന്നുമാണ് ഏത് വികാരം വരുന്നത്? നമുക്ക് ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം വരും, അല്ലേ? അപ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്യുന്നത്? റിസൾട്ട് കണ്ടു, ആദ്യത്തെ 1-2 സെക്കൻഡ് ഞാനിങ്ങനെ മരവിച്ച പോലെ നിൽക്കും, അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എന്താണ്? ഞാൻ ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആവും. സാരമില്ല, എന്ത് ചെയ്യാം? അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യാം? അടുത്ത എക്സാം നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞു, ആ വികാരത്തെ ഞാൻ എന്ത് ചെയ്തു? അവിടെ നിയന്ത്രിച്ചു. അതല്ല എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ അവിടെ ഓളിയിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വരുന്ന വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചു. പിന്നീട് ഞാൻ എന്താ പറഞ്ഞത്? സാരമില്ല, ഇനി ഒരു എക്സാം വരുന്നുണ്ട്, ഇതൊന്നിൻ്റെയും അവസാനമല്ല. അടുത്തൊരു എക്സാമിന് ഞാൻ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും. ദാറ്റ് ഈസ് മോട്ടിവേഷൻ. ഇനി അതിനോടൊപ്പം തന്നെ എന്താണ്? എംപതി, അല്ലേ? എനിക്കെന്താണ്? മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിഗണിക്കാൻ പറ്റണം. എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടിക്കും ഇതുപോലെ തന്നെയാണ്. അവൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്കും 2 മാർക്കിന് അവൾ പരാജയപ്പെട്ടു. അപ്പം ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്? എനിക്കുണ്ടായിട്ടുള്ള അതേ വികാരം തന്നെയാണ് എൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അവളുടെ വികാരങ്ങളെ ഞാൻ ബഹുമാനിക്കണം. ഞാൻ വെറുതെ പോയിട്ട് അയ്യോ നീയും തോറ്റുപോയല്ലേ, നിനക്ക് 2 മാർക്കിൻ്റെ കുറവുണ്ടല്ലേ എന്ന് പറയുമ്പോൾ അവിടെ അവളുടെ സങ്കടം കൂട്ടുകയാണ് ചെയ്യാം. അവിടെ നമുക്ക് എന്തില്ല? ഈ എംപതി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ ഇല്ല. ഇനി അതേ സമയം തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിക്കും സങ്കടമുണ്ട്, അവളും തോറ്റുപോയതാണ്. അത് പിന്നെ കുത്തി അവളോട് ചോദിച്ച് അവളുടെ സങ്കടം കൂട്ടേണ്ട ആവശ്യമില്ല. ഇനിയാണ് ലാസ്റ്റ് സവിശേഷത വരുന്നത്. എന്താണ് ലാസ്റ്റ് സവിശേഷതയായിട്ട് വരുന്നത്? സോഷ്യൽ സ്കിൽസ് ആണ്. സാരമില്ലടി, പോട്ടെ, നമുക്ക് അടുത്ത എക്സാമിന് ഒന്നിച്ചിരുന്ന് തന്നെ പഠിക്കാം. ഇപ്പം നമ്മൾ 2 മാർക്കിന് തോറ്റുപോയാലും അടുത്ത തവണ നമുക്ക് എന്താ ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ആ സൗഹൃദത്തെ ഒന്നും കൂടെ കൂട്ടിയുറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡാനിയൽ ഗോൾമാൻ പറഞ്ഞു വെക്കുന്ന ഈ 5 സവിശേഷതയും കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം പറഞ്ഞത് സെൽഫ് അവയർനെസ് ആണ്, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക. രണ്ടാമതായിട്ട് പറഞ്ഞത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, അതാണ് സെൽഫ് റെഗുലേഷൻ. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമുക്കുണ്ടായിട്ടുള്ള ആ വികാരങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ ഗോളിലേക്കുള്ള ഒരു ഫയർ, അതല്ലെങ്കിൽ ആ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് നമുക്കതിനെ എടുക്കാം. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ വികാരങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുടെയും വികാരങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഏറ്റവും ഒടുവിലായിട്ട് വരുന്നതാണ് സോഷ്യൽ സ്കിൽസ് എന്നുള്ളത്. ഈ വൈകാരിക ബുദ്ധിശക്തി എന്നുള്ളത് വളരെ റെയർ ആയിട്ടേ എല്ലാ ആളുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. എല്ലാ ആളുകൾക്കും അവരുടെ വികാരങ്ങളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും അതിനെ നിയന്ത്രിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊലപാതകങ്ങളോ അതല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ ഒരു പ്രസൻസോ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ വൈകാരിക ബുദ്ധിശക്തി എന്താണെന്നും എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കേണ്ടതെന്നും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ കൃത്യമായ രീതിയിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയെയും സഹോദരനെയും കൂട്ടുകാരനെയും കൊല്ലാൻ പാകത്തിലേക്ക് നമ്മുടെ വികാരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ
അവിടെ ശരിയായ രീതിയിലുള്ള വൈകാരിക ബുദ്ധിശക്തിയുടെ വികാസം നടന്നിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പ്രായത്തിനനുസരിച്ച് നമുക്ക് നല്ല കഴിവും പ്രാപ്തിയൊക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, പക്ഷെ അവിടെ എന്തിൻ്റെ കുറവുണ്ടായിരിക്കും? വൈകാരിക ബുദ്ധിശക്തിയുടെ കുറവുണ്ടായിരിക്കും. ഡാനിയൽ ഗോൾമാൻ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിക്ക് ബുദ്ധിശക്തിയേക്കാൾ കൂടുതലായിട്ട് വേണ്ടത് വൈകാരിക ബുദ്ധിശക്തിയാണ്. വൈകാരിക ബുദ്ധിശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും നമുക്ക് കൃത്യമായ രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ്, പരീക്ഷയിൽ തോറ്റതിന് കുട്ടികൾ എന്ത് ചെയ്യാണ്? ആത്മഹത്യ ചെയ്യുന്നു. അതല്ലെങ്കിൽ പരീക്ഷയിൽ 2 മാർക്ക് കുറഞ്ഞതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. പരീക്ഷയിൽ ഇത്ര മാർക്ക് കുറഞ്ഞതിന് ഈ ദേഷ്യം എന്ത് ചെയ്യാണ്? അമ്മയിൽ കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഇൻസിഡൻസ് ആണ്. അവിടെ പരീക്ഷയിൽ 2 മാർക്ക് കുറയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ 100 നടത്തിയിട്ടുള്ള പരീക്ഷയിൽ ആ കുട്ടിക്ക് 98 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബുദ്ധിപരമായിട്ട് അത്യാവശ്യം നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ആ 2 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വൈകാരിക ബുദ്ധിശക്തി കുറവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളിൽ വൈകാരിക ബുദ്ധിശക്തി വളർത്തിയെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ഇതുപോലുള്ള സൈക്കോളജിക്കൽ കോൺസെപ്റ്റുമായിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.